ഹലോ. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് എൻ്റെ പെരുന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ. നമുക്കിന്നത്തെ ഈ സംഭവത്തിലാണ് ഇന്നത്തെ പെയിൻറ്റിങ്. കണ്ടാലോ എങ്ങനെയാണെന്ന്. ഇതിൽ ഞാൻ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ എത്രയും വലുത് എടുക്കണില്ല, അത്രയും പെയിൻറ്റ് ചെയ്ത് കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാനത് ചെറുതായിട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. അപ്പോൾ നമുക്കിന്ന് ഇതിൽ പെയിൻറ്റ് ചെയ്യാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം അത്യാവശ്യം കുറച്ച് ടാസ്ക് ഉള്ളൊരു പണിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവും എന്താവും എന്നൊക്കെ കേട്ടോ. ഔട്ട്ലൈൻ വരച്ചിട്ട് വരാം കേട്ടോ. ഈ സംഭവം ഉണ്ടല്ലോ, ഇതെന്താ മനസ്സിലായോ? നമ്മൾ ഐലൈനറിൻ്റെ അടപ്പാണ്. ഞാൻ ഇത് വെച്ചിട്ടാട്ടോ ഔട്ട്ലൈൻ കൊടുക്കുക. എൻ്റെ ബ്രഷ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതുകൊണ്ട് കൊടുക്കുമ്പം ക്ലിയർ ആവാറില്ല. ഞാൻ ഔട്ട്ലൈനൊക്കെ വരച്ചിട്ട് കളറിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഫുള്ളൊന്നും ഞാനിപ്പോൾ കാണിച്ചു തരില്ല. ലാസ്റ്റത്തെ ഔട്ട്പുട്ട് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പെയിൻറ്റിങ് ഒന്നും പഠിച്ചിട്ടില്ല എന്ന്. പക്ഷേ എനിക്കിതിനോട് ഇത്ര ഇഷ്ടമാവാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പോളി പഠിക്കുന്ന ടൈമിൽ അവിടെ ഒരു 1 അവർ അതായത് ഒരു പീരീഡിൻ്റെ ടൈം, ആ ടൈമിൽ പുറത്തുനിന്ന് എവിടുന്നോ സാറന്മാർ കുറച്ച് മിസ്സുമാരെ കൊണ്ടുവന്നിട്ട് അവർ ഞങ്ങൾക്ക് കുറച്ച് പെയിൻറ്റും ബ്രഷും കുറച്ച് ക്ലോത്തൊക്കെ തന്നിട്ട് അതിൻ്റെ മുകളിൽ പഠിപ്പിച്ചായിരുന്നു. അന്ന് തുടങ്ങിയ ഇഷ്ടം കേട്ടോ ഇതിൻ്റെ മുകളിൽ. അതേപോലെ കോളേജിൽ ഫാബ്രിക് പെയിൻറ്റിങ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം പോയിട്ട് എനിക്കന്ന് സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടിയിരുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു. കാരണം നമുക്കൊരു പ്രൈസ് കിട്ടുമ്പോൾ നമുക്കത് കൂടുതൽ ചെയ്യാനുള്ളൊരു ത്വര വരുമല്ലേ. പിന്നീട് അത് ഇടയ്ക്കിടയ്ക്ക് ഫാബ്രിക് പെയിൻറ്റ് വാങ്ങിക്കും, ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. കോവിഡ് സമയത്ത് ഫുള്ള് വര തന്നെയായിരുന്നു കേട്ടോ പണി. ഹെവി വരയൊന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ. അത്ര വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല എൻ്റെ പെയിൻറ്റിങ്. പക്ഷേ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് കുറേയൊക്കെ മാറ്റം വരുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നമ്മൾ എത്രത്തോളം ട്രൈ ചെയ്യുന്നു, എത്രത്തോളം ഹാർഡ് വർക്ക് എടുക്കുന്നോ, അത്രത്തോളം നമ്മൾ പെയിൻറ്റിങ്ങിലായാലും ശരി എന്തിലായാലും ശരി അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്കത് പിന്നീട് മനസ്സിലാവും. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ ബൈ.